ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവർ യൂത്ത് എന്ന സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ജിന്നാണെങ്കിൽ കുടിച്ചിട്ട് ആ ഒരു കടയിൽ വീണ്ടിരിക്കുന്ന ടൈമിൽ അവൻ ഹാരുവിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കടയിലെ പെൺകുട്ടി ഫോൺ എടുത്ത് സംസാരിക്കുകയും ജിന്നിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഹാരു അങ്ങോട്ടേക്ക് വരികയും ചെയ്യുവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ജിന്ന അവിടെ ബോധമില്ലാതിരിക്കുന്നത് കണ്ടിട്ട് ഹാരു അവൻ്റെ അടുത്തേക്ക് ചെന്ന ശേഷം ജിന്നിനെ പതുക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഹാരുവിനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ജിന്നിന് സങ്കടമാണ് വരുന്നത്. അവൻ കരയുന്നുണ്ട്. ഹാരു അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ജിന്ന് അതിന് മറുപടി കൊടുക്കുന്നില്ല. പിന്നെ ഹാരു പതുക്കെ ജിന്നെ എടുത്തുകൊണ്ട് കടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പുറത്തൊരു ബെഞ്ചിൻ്റെ അവിടെ ആയിട്ട് കൊണ്ടിരുത്തിയിട്ട് അവന് കുടിക്കാനൊക്കെ ആയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. ആ സമയം ജിന്ന് നീ എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിക്കുമ്പോൾ ഹാരു ആണെങ്കിൽ അത് പിന്നെ നീയല്ലേ എന്നെ ഫോൺ വിളിച്ചത്, മറന്നുപോയോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ജിന്നിന് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ വീണ്ടും ഹാരുവിനെ നോക്കിയിട്ട് ഇങ്ങനെ വിഷമിക്കുമ്പോൾ ഹാരു ആണെങ്കിൽ നീ ഇങ്ങനെ കുടിച്ചിട്ട് കരയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ജിന്ന് അല്ല എന്ന് പറയുന്നുണ്ട്. ഹാരു അപ്പോൾ പിന്നെ നീ എന്തിനാ നേരത്തെ കരങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ജിന്ന് അത് നീ കാരണമാണ് ഞാൻ കരങ്ങിയെന്ന് പറയുന്നുണ്ട്. ഹാരു അപ്പോൾ ഞാനെന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ജിന്ന് അത് പിന്നെ ആ ലെറ്റർ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഹാരുവിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് 5 വർഷം മുമ്പ് നമ്മുടെ ഹാരു ആണെങ്കിൽ അവൻ്റെ അച്ഛൻ വെച്ചതിന് ശേഷം അവനാണെങ്കിൽ അവൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിന്നിനെ വിട്ട് അങ്ങ് പോയതിന് ശേഷം ജിന്നാണെങ്കിൽ ഹാരുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും ആ ഒരു സീഡിക്കകത്ത് നിന്ന് ഹാരു എഴുതി ലെറ്റർ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഹാരുവിന് അത് പറയുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഹാരു നീ ആ ലെറ്റർ വായിച്ചോ, നീ അതെങ്ങനെ വായിക്കാനാ, അതിൻ്റെ അകത്തല്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ എഴുതിയിരുന്നത്, അപ്പോൾ അതൊക്കെ വായിച്ചെങ്കിൽ നീ എന്താ എന്നെ ഒരിക്കൽ പോലും ഫോൺ വിളിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്ന് അതുപോലെ നീയല്ലേ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി ഒരിക്കലും വിളിക്കരുതെന്ന്, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹാരു ഐ ആം സോറി എന്ന് പറയുമ്പോൾ ജിന്നാണെങ്കിൽ ഇല്ല ഞാൻ നിൻ്റെ സോറി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹാരു ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജിന്നാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഹാരുവിൻ്റെ തോളിലേക്ക് ചാരി നിന്ന ശേഷം അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം, എൻ്റെ വീട്ടിലോട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ നടന്നു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഹാരു അപ്പോൾ പെട്ടെന്ന് ജിന്നിൻ്റെ ബാഗും എടുത്ത് അവനെയും പിടിച്ചുകൊണ്ട് പോവാണ്. പോകുന്ന ടൈമിൽ ജിന്ന് എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന ടൈമിന് ഹാരു ചോദിക്കുന്നുണ്ട് നിൻ്റെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ആ സമയം ജിന്ന് നന്നായിട്ട് തന്നെയാണ് പോകുന്നത്, ഞാനാണെങ്കിൽ നമ്പർ 1 ആയിട്ടുള്ളൊരു കോളേജിൽ തന്നെ കയറി, പിന്നെ അമേരിക്കയിൽ പഠിക്കാനായിട്ട് പോയി, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹാരു ആണെങ്കിൽ നീ ഇപ്പോൾ എന്തിനാണ് ഒറ്റയ്ക്ക് ബാറിൽ പോയിരുന്ന് ഡ്രിങ്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജിന്നാണെങ്കിൽ അവിടെ തറയിലിരിക്കുകയാണ്. എന്നിട്ട് എന്നെ എടുത്തുകൊണ്ട് പോകും, എനിക്കിനി നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹാരു ആണെങ്കിൽ അവനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐസ്ക്രീമിൽ നിന്ന് കുറച്ച് ഹാരുവിന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ഹാരുവിൻ്റെ അടുത്ത് നിൻ്റെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഹാരു അപ്പോൾ നന്നായിട്ട് തന്നെയാണുള്ളത്, ഞാനും ഗ്രാജുവേറ്റ് ആവുകയൊക്കെ ചെയ്തു, ഞാനങ്ങനെ ആവുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ജിന്നുമായിട്ട് ഇനി ഒരിക്കലും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോയ ശേഷം അവൻ്റെ അമ്മ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള സ്കൂളിൽ തന്നെ പഠിച്ചു. ഗ്രാജുവേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇത്രയും കാലം കോളേജിൽ പോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല, എന്നാൽ പെട്ടെന്ന് അവനങ്ങനെ ഒരു ആഗ്രഹം വരുന്നുണ്ട്. അവനത് അവൻ്റെ അമ്മയുടെ അടുത്ത് പറയുമ്പോൾ അമ്മ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് ട്രൈ ചെയ്യുന്നുണ്ട്, അവന് കിട്ടുന്നുമുണ്ട്. അങ്ങനെ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കോളേജിൽ പഠിക്കുന്നത്. അവന് ആ ഒരു അഡ്മിഷൻ കിട്ടിയെന്ന് അറിയുമ്പോൾ തന്നെ അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഫസ്റ്റ് ജിന്നിനായിരുന്നു കോൾ ചെയ്തത്. എന്നാൽ ആ ഒരു ടൈമിന് അവന് അറിയാൻ കഴിഞ്ഞത് അങ്ങനൊരു നമ്പറേ നിലവിലില്ല എന്നായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമെല്ലാം ഇപ്പോൾ ജിന്നിൻ്റെ അടുത്ത് പറയുമ്പോൾ ജിന്ന് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ അമേരിക്കയിലായിരുന്ന സമയത്ത് എൻ്റെ ഫോണ് കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ആ സമയത്ത് വല്ലതും ആയിരിക്കും നീ എന്നെ കോൾ ചെയ്തതെന്ന്. ഹാരു അപ്പോൾ മേ ബി അങ്ങനെ ആയിരിക്കും, പിന്നെ ഞാനാണെങ്കിൽ ഒരു സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തു, നീ അത് അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിന്ന് കഴിഞ്ഞ ദിവസം ഇവൻ്റെ സിനിമയ്ക്ക് തന്നെയാണല്ലോ പോയത്. അപ്പോൾ ജിന്നാണെങ്കിൽ ആ കിട്ടിയ പോസ്റ്റർ ഇന്ന് എപ്പോഴും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ഹാരു ആണ് അത് ഡയറക്റ്റ് ചെയ്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹാരുവിൻ്റെ അടുത്ത് ചന്ദ്രനെക്കുറിച്ചുള്ളൊരു സിനിമയല്ലേ, എനിക്കത് കാണാൻ പറ്റിയില്ല, കാണണമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഹാരു ഷോക്കായിട്ട് നിനക്കെങ്ങനെ അറിയാം, നീ എപ്പോഴത് മനസ്സിലാക്കിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും ജിന്നിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ജിന്നാണെങ്കിൽ ആ ഒരു പോസ്റ്റർ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്നാണ് നിൻ്റെ സിനിമയാണ് അതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹാരു ആണെങ്കിൽ അവൻ്റെ ഫോട്ടോ തന്നെ ആ ഒരു പോസ്റ്ററിൽ കാണുമ്പോഴത്തേക്കും നാണക്കേട് തോന്നിയിട്ട് അയ്യോ ഇതെന്ത് കഷ്ടമാണ് എന്ന രീതിയിൽ ഇരിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഞാനാണെങ്കിൽ ഈ ഒരു പോസ്റ്റർ കുറേ തവണ വായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതേ ടൈമിൽ ഹാരു ആണെങ്കിൽ ജിന്നിനെ തന്നെ നോക്കിയിരുന്നിട്ട് ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജിന്ന് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ ഹാരു അതേന്ന് പറയുന്നുണ്ട്. സന്തോഷമായിട്ട് ജിന്ന് എനിക്ക് തന്നെ ഇഷ്ടമാണ്, സ്കൂൾ ടൈം അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർ കിസ് ചെയ്യുന്നുണ്ട്, ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ആദ്യം എഴുന്നേൽക്കുന്ന ഹാരു ജിന്നിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുമ്പോൾ അവനും എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ
രാത്രി നടന്നതൊന്നും അവന് ഓർമ്മയുണ്ടാവത്തില്ല എന്ന് കരുതിയിട്ട് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് പറയാണ്. ആ ടൈമിൽ ഹാരു ഇനി തൊട്ട് ഞാൻ നിൻ്റെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അവരാണെങ്കിൽ ഒരുമിച്ച് ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹാരു ആണെങ്കിൽ അന്ന് ജിന്നിൻ്റെ കൂടെ അവൻ്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് സിനിമയൊക്കെ കാണുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഹാരു ആണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതി തരാൻ ജിന്നിനോട് പറയുന്നുണ്ട്. ജിന്നപ്പോൾ നീ അന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലോ ബർത്ത്ഡേ ലെറ്റർ ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹാരു അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, അത് ആക്ച്വലി നിൻ്റെ അടുത്തൊന്ന് ഒരു ലെറ്റർ കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞുണ്ടാക്കിയൊരു കാരണമായിരുന്നു അത്. നീ എനിക്കിപ്പോൾ അങ്ങനെയൊന്നും അല്ലാണ്ട് ഒരു ലെറ്റർ എഴുതാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഹാരു ആണെങ്കിൽ അവൻ്റെ റൂമിൽ എഴുതി വെച്ചിരുന്ന ലെറ്റർ വായിച്ചിട്ടാണല്ലോ ഹാരുവിന് ഇവനെ ഇഷ്ടമാണെന്ന കാര്യം ജിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു ലെറ്ററിന് താൻ ഓൾറെഡി ഒരു റിപ്ലൈ എഴുതിയായിരുന്നു എന്ന് ജിന്ന് പറയുന്നുണ്ട്. ഹാരു അപ്പോൾ എന്നിട്ട് അത് എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജിന്നാണെങ്കിൽ അത് പിന്നെ നിനക്കതിനുള്ള റിപ്ലൈ എഴുതി 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 ഓൾമോസ്റ്റ് അതൊരു നോവലാവാറായി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സീരീസ് തുടങ്ങിയപ്പോൾ തൊട്ടേ ജിന്നാണെങ്കിൽ ഓരോരോ കഥ പോലെ ഇങ്ങനെ എഴുതുന്നതും അതിൻ്റെ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സംഭവം തന്നെയായിരുന്നു നമ്മുടെ ഹാരുവിനുള്ള ആ ഒരു റിപ്ലൈ ലെറ്റർ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ജിന്ന് പറയുന്നുണ്ട് ഇല്ല ഇങ്ങനെ എഴുതി നിനക്ക് കാണിച്ചു തരത്തില്ല എന്ന്. എന്നാൽ പിന്നീട് ആ എഴുതിയ അത്രയും സംഭവങ്ങളും അവൻ ഹാരുവിന് വായിക്കാനായിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഹാരു മൊത്തം ഇരുന്ന് വായിക്കുന്നുമുണ്ട്. അന്നൊരൊറ്റ ദിവസം കൊണ്ടോ മൊത്തം വായിക്കുന്നില്ല, പിന്നീട് അവൻ്റെ റൂമിൽ ഇരുന്നിട്ടൊക്കെ അവനാണെങ്കിൽ ആ ഒരു കഥ കൊണ്ടുപോയിട്ട് ഇരുന്ന് വായിക്കുന്നൊക്കെ ഉണ്ട്. അതാണെങ്കിൽ ആ ഒരു റിപ്ലൈ എഴുതി എഴുതി ശരിക്കും അതൊരു നോവൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു. ജിന്ന് ആ ഒരു നോവലിന് അവർ യൂത്ത് എന്നായിരുന്നു പേര് വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് ഹാരുവിനെ കാണിക്കുമ്പോഴത്തേക്കും ഹാരു ആ കഥ മൊത്തം വായിച്ച് തീരുന്നുണ്ട്. ആ സമയം തന്നെയായിരുന്നു ജിന്നിൻ്റെ വർക്ക് ടൈം കഴിയുന്നത്. അങ്ങനെ ജിന്നിനെ പോയി വിളിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. ഹാരു ആണെങ്കിൽ ഇപ്പോഴും കോളേജിൽ തന്നെയാണ്. എന്നാൽ ജിന്നാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പഠിത്തം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവനിപ്പോൾ അവൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്പായിട്ട് ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ അവനെ പിന്നെ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ഒരുമിച്ചാണ് ബാത്ത് ടബിൽ ഇരുന്ന് കുളിക്കുന്നത്. ആ ഒരു ടൈമിന് ഹാരു ആണെങ്കിൽ നിൻ്റെ ആ ഒരു നോവൽ ഞാനാണെങ്കിൽ ഒരു സിനിമ ആക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം നിനക്ക് ഞാൻ ആ കഥ കാണിച്ചു തരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹാരു പഠിക്കുന്ന ആ ഒരു കോളേജിലോട്ട് നമ്മുടെ ജിന്നും കെൻറ്റോയും പിന്നെ ജോർജും കൂടെ ആയിട്ട് വരുന്നതാണ്. വീണ്ടും ഹാരുവിൻ്റെ ഒരു സിനിമയും കൂടെ ഇറങ്ങുവാണ്. അപ്പോൾ അത് കാണാനായിട്ട് വന്നിരിക്കുന്നതാണ്. പക്ഷേ മെയിനായിട്ട് ഹാരു വിളിച്ചതുകൊണ്ടാണ് വന്നതെന്ന് നമ്മുടെ ജിന്നാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം ജിന്നും ഹാരുവും തമ്മിലുള്ള റിലേഷൻ അവർക്കറിയത്തില്ല. പകരം ജോർജിൻ്റെ ക്രഷായിട്ടുള്ള പെൺകുട്ടി ആ ഒരു ക്ലബ്ബിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പെൺകുട്ടി വിളിച്ചിട്ടൊക്കെയാണ് ഇവരിങ്ങോട്ടേക്ക് വരുന്ന രീതി വന്നേക്കുന്നത്. എന്നാൽ ജിന്ന് ഹാരുവിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അത് പക്ഷേ ബാക്കി രണ്ടുപേർക്ക് അറിയത്തില്ല. അങ്ങനെ അവർ മൂന്നുപേരും അകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. ആ ഒരു സിനിമ കാണുന്നുണ്ട്. ആ ഒരു സിനിമ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മുടെ ജിന്നിൻ്റെയും ഹാരുവിൻ്റെ കഥ തന്നെയാണ്. ഹാരു കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഒരു സിനിമയൊക്കെ ഇറക്കിയിരിക്കുന്നത്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ജിന്നിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും നേരെ പോകുന്നത് സ്കൂൾ ടൈമിൽ നമ്മുടെ ജിന്ന് താമസിച്ചിരുന്ന വീട്ടിൻ്റെ അടുത്ത് വെള്ളമൊക്കെ ഒഴുകുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ, അവിടെ വെച്ചല്ലേ ജിന്നും ഹാരും എപ്പോഴും മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങോട്ടേക്കാണ് അവർ നേരെ ചെന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഹാരു ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയെന്ന്. ജിന്നപ്പോൾ കൊള്ളാമെന്ന് പറയുമ്പോൾ ഹാരു ആണെങ്കിൽ അത്രേ പറയാനുള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ജിന്ന് നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഹാരു ആണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ ജിന്നിൻ്റെ കൈ പിടിച്ചിട്ട് അപ്പോൾ പിന്നെ നമുക്ക് ഹണിമൂൺ അവിടെ പോകാമെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു സീരീസ് ഇവിടെ വെച്ച് എൻഡ് ആവുകയാണ്. പക്ഷേ നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡ് കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ, അതായത് ഈ സീനിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ. അതപ്പോൾ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.